എല്ലാവർക്കും നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. അടുത്ത മാസം 1-ാം തീയതി നടക്കാനിരിക്കുന്ന 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു 30 days ചലഞ്ച് 4ാം ദിവസമാണെന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2 സംഖ്യകളുടെ തുക 99, അവയുടെ വ്യത്യാസം 49 ആയാലും അതിലെ വലിയ സംഖ്യ ചോദിച്ചെങ്കിൽ 2 കൂടെ കൂട്ടി 2 കൊണ്ട് ഇരിക്കുക. ചെറിയ സംഖ്യ ആണെങ്കിൽ 2 കൂടെ കുറച്ചിട്ട് രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടിട്ട് 2 കൊണ്ട് ഇരിക്കുക. ഇവിടെ വലിയ സംഖ്യ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 99 + 49/2 കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ 148/2 വരും. അതായത് 74. ഓപ്ഷൻ എ ആണ് ഉത്തരം. വലിയ സംഖ്യ ചോദിച്ചെങ്കിൽ 2 കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. സംഖ്യകളുടെ തുകയും സംഖ്യകളുടെ വ്യത്യാസം ഉണ്ടാകും. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ 2 തമ്മിലുള്ള വ്യത്യാസം വേണം. ഒരു ചെറുത് കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുക, നമ്മൾ കുറച്ചിട്ട്. ഇവിടെ 2 സംഖ്യകളുടെ തുക 7ഉം അവ തമ്മിലുള്ള വ്യത്യാസം 3ഉം ആയാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ വ്യത്യാസം, അതായത് സംഖ്യകൾ കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ വലിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? ഈ സംഖ്യ കാണാൻ 7 3 കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചു 10/2, അതായത് 5 വരും. ഇനി ചെറിയ സംഖ്യ വ്യത്യാസം കണ്ടിട്ട് 2 കൊണ്ട് ഹരിക്കുക. 7 - 3/2, അതായത് 4/2 വരും. 2 വരും. സംഖ്യകൾ കിട്ടി 5ഉം 2ഉം ആണ്. ഇവിടെ അതിൻ്റെ വ്യുൽക്രമം 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്, 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അതിൻ്റെ വ്യുൽക്രമം അത് നേരെ തിരിച്ചിടുക. 1/2ഉം 1/5. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറയ്ക്കണം. 1/2 - 1/5 ഇങ്ങനെ വരുമ്പോൾ ഇത് ക്രോസ് എടുക്കണം. 1 × 5 ഇടയ്ക്കുള്ള ചിഹ്നം മൈനസ് 1 × 2 ദ ഹോൾ ബൈ 2 ഇങ്ങനെ ക്രോസിന് എടുത്താൽ 1 × 5 - 1 × 2 / 2 × 5 സമം 5 - 2/5 × 2 എത്ര? 10. 5 2 പോയ എത്ര? 3/10 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് വലിയ സംഖ്യ എന്ന് പറയുന്നത് 2 കൂടെ കൂട്ടി 2 കൊണ്ട് 7 3ഉം 10/2 5 കിട്ടും. 5 എന്ന് പറഞ്ഞാൽ 5/1. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കുക. 7 3 കുറച്ചിട്ട് 2 കൊണ്ട് ഇരിക്കും. 4/2 2 സംഖ്യയും കിട്ടി, 5ഉം കിട്ടി, 2ഉം കിട്ടി. അതിൻ്റെ വ്യുൽക്രമങ്ങൾ, അതായത് 5 എന്ന് പറഞ്ഞാൽ 5/1, അത് നേരെ തിരിച്ചിടുക 1/5. 2/1 അത് നേരെ തിരിച്ചിട്ട് 1/2. അപ്പോൾ അതിന് വ്യത്യാസം കാണും. 1/2 - 1/5. അത് ചെയ്യുന്നത് ഇങ്ങനെ ക്രോസിന് എടുക്കുക. 1 × 5 - 1 × 2/2 അതായത് 1 × 5 - 1 × 2 2/5 × 2 10, അതായത് 3/10 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയാൻ n² ആണ്. അപ്പോൾ ഇവിടെ n എത്ര? 25ന്റെ സ്ക്വയർ. 25 n എത്ര തന്നിട്ടുണ്ട്? അതായത് 625 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². അത് ഓർത്തിരിക്കുക. തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ്? 100. ഒറ്റ സംഖ്യകളുടെ തുക ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ n² എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എത്രൻ്റെ സ്ക്വയർ ആണ്? ആദ്യത്തെ എത്ര n ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 10² ആണ് 100. ഇവിടെ n എത്രയാണ്? 10. 10ന്റെ സ്ക്വയർ ആണല്ലോ 100. ഓപ്ഷൻ ബി. ഒറ്റ സംഖ്യകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ n² 100 ആണ് തന്നിട്ടുണ്ട്. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകൾ? n² 100 ആണ്. അപ്പോൾ 10² 100. അപ്പോൾ n ഇവിടെ എത്ര? 10. ഓപ്ഷൻ ബി. 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 1 മുതൽ 29 വരെ 15 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ n² 15² സമം 225 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അത് ഓർത്തിരിക്കുക. 1 മുതൽ n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ 1 മുതൽ n വരെയുള്ള ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 1 മുതൽ 29 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 15. 15ന്റെ സ്ക്വയർ 225 കിട്ടും. ഈ ഫോർമുലകൾ ഓർത്തിരിക്കുക. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്നത് 1 2 3 4 എക്സെട്ര സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2. n ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 4 6 8 എക്സെട്ര. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n + 1. n ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 3 5 7 9 അങ്ങനെ അങ്ങോട്ട് പോകും. അതിൻ്റെ തുക കാണാനുള്ള ഫോർമുല n ഒറ്റ സംഖ്യകളുടെ തുക n². ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ വരിക 0 1 2 3 എക്സെട്ര വരും. ഈ എണ്ണ സംഖ്യകളുടെ കൂടെ 0യും കൂടെ വരും.
ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്, 0 ആയിപ്പോകും. കാരണം ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകൾ പറയാം 0, 1, 2 അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 0 ആയതുകൊണ്ട് ഗുണനഫലം 0 എപ്പോഴും ചോദിച്ചു കാണാറില്ല. ആദ്യത്തെ 25 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും 0, ആദ്യത്തെ 100 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും 0 തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n-1/2. 1 മുതൽ n വരെയുള്ള എണ്ണസംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് 1² + 2² + എക്സെട്രാ, n² + 2² + 3² + എക്സെട്രാ + n², n × n+1 × 2n+1/6. ഇനി 1 മുതൽ n വരെയുള്ള എണ്ണസംഖ്യകളുടെ ക്യൂബുകളുടെ തുക അല്ലെ ഘനങ്ങളുടെ തുക രണ്ടും പറയാം. 1³ + 2³ + എക്സെട്രാ + n³. അതിന്റെ വില, അതിന്റെ ഫോർമുല n × n+1/2 ഈ ഫോർമുലാസ് ഹൃദയസ്ഥമാക്കി വെക്കുക. നമുക്കത് വെച്ചിട്ടുള്ള കണക്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ആദ്യത്തെ 15 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം. ആദ്യത്തെ അഖണ്ഡസംഖ്യകൾ എന്ന് പറയുമ്പോഴേ എണ്ണസംഖ്യകളുടെ 0 വരും. 0, 1, 2, 3 എക്സെട്ര. അത് ഗുണിച്ച് കഴിയുമ്പോൾ 15 ആയാലും ആദ്യത്തെ 25 ആയാലും ആദ്യത്തെ 100 ആയാലും എല്ലാം 0, ആദ്യം തുടങ്ങുന്ന 0 ഇല്ല. അതുകൊണ്ട് ഗുണിച്ചാൽ ഗുണനഫലം 0 വരും. ഓപ്ഷൻ ബി ആണ്. അത് ഓർത്തിരിക്കുക. അഖണ്ഡസംഖ്യ എന്ന് പറയുമ്പോൾ ഓർക്കുക, എണ്ണസംഖ്യകളോട് 0 വരും. 0, 1, 2, 3 എക്സെട്ര. 0 കണ്ടുപിടിച്ച ഇന്ത്യക്കാർ. ഓപ്ഷൻ സി. ഇവിടെ ഓപ്ഷൻ ബി. ആദ്യത്തെ 15 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം 0. x - a × x - b × എക്സെട്രാ, x - c × എക്സെട്രാ, x - z അങ്ങനെ വരും. പാർശ്വകാലാക്രമത്തിൽ വരുമ്പോൾ ഇടയ്ക്കൊരു ടേം വരും, x - x 0 വരും. അപ്പം മൊത്തത്തിൽ ഇൻറ്റു ചെയ്യുമ്പോൾ x - x വരുന്നതുകൊണ്ട് 0 വരും നമ്മുടെ ഉത്തരം. m - a × m - b × അത് തിരിച്ച് മറിച്ച് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. x ഇട്ട് ചോദിക്കാം, m ഇട്ട് ചോദിക്കാം. അപ്പോഴെല്ലാം m - a × m - b × എക്സെട്രാ, m - z എന്ന് പറയുമ്പോൾ m - m എന്നൊരു ടേം വരും, 0 വരും. 50 - ഒരിക്കൽ ചോദിച്ചതാണ് 50 - 1 × 50 - 2 എക്സെട്രാ 50 - 100. അതിൽ നമുക്ക് 50 - 50 എന്നൊരു ടേം വരും. അപ്പോൾ 0 വരും. ഓർത്തിരിക്കും. ഇവിടെ x - a × x - b × എക്സെട്രാ, x - c × എക്സെട്രാ, x - z ന്റെ വില ഇവിടെ ഇടയ്ക്കൊരു ടേം വരും, x - x. അതങ്ങ് 0 ആയി പോകും. അതുകൊണ്ട് അത് മൊത്തം ഇൻറ്റു ചെയ്യുമ്പോൾ ഗുണനഫല 0 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അതുപോലെ 50 - 1 × 50 - 2 × എക്സെട്രാ 50 - 100. അവിടെ ഇടയ്ക്കൊരു ടേം വരും, 50 - 50. ഇങ്ങനെ എണ്ണസംഖ്യ -1, 2, 3, 4 അങ്ങനെ കുറച്ച് 50 - 50 എന്നൊരു ടേം വരും. അതുകൊണ്ട് 0 ആയി പോകും. ആദ്യത്തെ 15 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം കാണാൻ ആദ്യത്തെ അഖണ്ഡസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്രാ 15 ചോദിച്ചാലും ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകൾ ചോദിച്ചാലും ഏത് ചോദിച്ചാലും 0 ആയി പോകും. കാരണം ആദ്യത്തെ പദം 0 ആണെങ്കിൽ ഗുണനഫലം മൊത്തം 0 ആണ്. അവർ തെറ്റിക്കാൻ വേണ്ടി എപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യത്തെ 99 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം 0, കാരണം 0, 1, 2, 3 എക്സെട്രാ ആണ് വരുന്നത് അഖണ്ഡസംഖ്യകൾ. ഈ തുകയാണ് ചോദിച്ചെങ്കിലോ ആദ്യത്തെ 15 അഖണ്ഡസംഖ്യകളുടെ തുകയാണ് ചോദിച്ചെങ്കിൽ n × n-1/2. 15 × 15 - 1/2, 15 × 14/2, 15 × 7 വരും, 14/2. ഈ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. 1 മണി, 2 മണി, 3 മണി, 4 മണി എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ, അങ്ങനെ ഇങ്ങോട്ടുള്ള സമയങ്ങളാണ് തന്നിരിക്കുന്നതെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ 30 ഇട്ട് ഗുണിച്ചാണ്. 2 മണിക്കാണ് 2 × 30. അപ്പോൾ ഈ ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം 180 കൂടുതലാണെങ്കിൽ ആ കിട്ടുന്നത് 360 നിന്ന് കുറച്ചാൽ മതി. അത് ഓർത്തിരിക്കുക. ഒരു ഷോർട്ട് കട്ട്. 1 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിന്റെ പ്രതിബിംബ സമയം കാണാൻ തന്ന സമയത്തെ 11:60 നിന്ന് കുറയ്ക്കുക. പ്രതിബിംബ സമയം എപ്പോഴും ചോദിച്ച് കാണാനുള്ള 11:01 മുതൽ 12:59 വരെയുള്ള സമയത്തിന്റെ പ്രതിബിംബ സമയം കാണാൻ തന്ന സമയം 23:60 നിന്ന് തന്ന സമയം കുറച്ചാണ്. അത് ഓർത്തിരിക്കുക. പ്രതിബിംബ സമയം 1 മുതൽ 11 മണി വരെയുള്ള സമയത്തിന്റെ പ്രതിബിംബ സമയം ചോദിച്ചെങ്കിൽ തന്ന സമയത്തെ കുറച്ചാണ്. 11:60 നിന്ന് തന്ന സമയം കുറയ്ക്കുക. 11:01 മുതൽ 11 മണി 1 മിനിറ്റ് മുതൽ 12:59 വരെയുള്ള സമയത്തിന്റെ പ്രതിബിംബ സമയം ചോദിച്ചെങ്കിൽ തന്ന സമയത്തെ 23:60 നിന്ന് കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ക്ലാസ്സുകൾ തുടരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം വീഡിയോകൾ, ഇതുപോലെയുള്ള വീഡിയോകൾ ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2500-ൽ പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. PSC ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 2500-ൽ പരം വീഡിയോസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.